നമസ്കാരം. ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മെൽന റോമിയോ. ശ്രേയസ് സ്ഥാപക ദിനാചരണവും 45ാമത് ജനറൽ ബോഡി മീറ്റിംഗും. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ സ്ഥാപക ദിനാചരണവും 45ാമത് ജനറൽ ബോഡി മീറ്റിംഗും സംഘടിപ്പിച്ചു. ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത മുഖ്യ വികാരി ജനറാളും ശ്രേയസ് പ്രസിഡന്റുമായ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പോ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 45 വർഷമായി ഗ്രാമ പുനർനിർമ്മാണ പ്രവർത്തന രംഗത്ത് ശ്രേയസ് നൽകിയ സംഭാവനകൾ മഹത്തരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബത്തേരി രൂപതയുടെ സ്ഥാപക മെത്രാപ്പോലിത്തായായ അഭിവന്യ സിറിൽ മാർ ബെസേലിയോസ് തിരുമേനിയുടെ ദർശനത്തിൽ ഊന്നിയുള്ള രൂപതയുടെ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരോടുള്ള പക്ഷം ചേരൽ എന്നിവയെ ആസ്പദമാക്കി ആത്മീയ, വിദ്യാഭ്യാസ, ജീവനോപാധി മേഖലകളിലെ ഇടപെടലുകൾ കഴിഞ്ഞ 46 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശ്രേയസിന്റെ ദ്വിതീയ മെത്രാപ്പോലിത്തായായ അഭിവന്യ ഗീവർഗീസ് മാർ ദിബന്യോസിസ് തിരുമേനിയുടെ കാഴ്ചപ്പാടുകളും ശ്രേയസ് പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരുവരുടെയും നേതൃത്വത്തിൽ രൂപതയുടെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് രൂപപ്പെടുത്തിയ ദർശനത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ വടക്കേ മലബാറിലെ 5 ജില്ലകളുടെയും നീലഗിരി ജില്ലയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാന പദ്ധതികൾ, കലാ സാംസ്കാരിക വികസനം, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ സജീവ ഇടപെടൽ, സർക്കാരേതര ഏജൻസികളുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നിവ കഴിഞ്ഞ 46 വർഷമായി വിചിന്തനം ചെയ്യുമ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി വ്യക്തമായ മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ ശ്രേയസ് നടത്തിയ പ്രവർത്തനങ്ങളെ മാതൃകാപരമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ശ്രേയസിന്റെ ശക്തി എന്നത് ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളാണെന്ന്, അവർ ഉൾപ്പെടുന്ന ജനകീയ സ്ഥാപനങ്ങളാണെന്നും സമൂഹത്തിൽ പുതുചലനങ്ങൾ സൃഷ്ടിക്കാൻ സ്വാശ്രയ സംഘങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചും മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ കീപ്പള്ളിയിൽ അഭിപ്രായപ്പെട്ടു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അവതരിപ്പിച്ചു. ജനകീയ ശാക്തീകരണം, ഭിന്നശേഷി വികസനം, സാമ്പത്തിക സുരക്ഷിതത്വം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കാലാവസ്ഥ അനുരൂപണ പ്രവർത്തനങ്ങൾ എന്നിവയാൽ ശ്രേയസ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം റിപ്പോർട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജേക്കബ് ഓലിക്കൽ, ശ്രേയസ് ലോക്കൽ മാനേജർ ഫാദർ മാത്യു അർബൻകുടിയിൽ കോർ എപ്പിസ്കോപ്പോ, ശ്രേയസ് മേഖലാ ഡയറക്ടർമാരായ റവറൻ ഫാദർ മാത്യു മുണ്ടക്കുടിയിൽ, കോർ എപ്പിസ്കോപ്പോ റവറൻ ഫാദർ ജോൺ കൈത്തിങ്കൽ, റവറൻ ഫാദർ തോമസ് കല്ലൂർ, റവറൻ ഫാദർ തോമസ് മണ്ണിത്തോട്ടം, റവറൻ ഫാദർ റോയി വലിയപറമ്പിൽ, റവറൻ ഫാദർ വർഗീസ് പ്ലാച്ചിറ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ ശ്രീ ശശികുമാർ PB, ശ്രീമതി താര ഫിലിപ്പ്, ശ്രീമതി വത്സ ചാക്കോ, ശ്രീമതി പ്രമീള വിജയൻ, ശ്രീ ഷാൻസൺ KO എന്നിവരും മേഖലാ കോർഡിനേറ്ററായ ശ്രീ ജോൺസൺ TT, ശ്രീ പോൾ PF, ശ്രീമതി ലിസി റെജി, ശ്രേയസ് പ്രോഗ്രാം മാനേജർ ശ്രീ ഷാജി KV, പ്രൊജക്ട് മാനേജർ ശ്രീ ഷാജി KP എന്നിവരും സംസാരിച്ചു. ശ്രേയസ് ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പതാക ഉയർത്തൽ മോൺസിഞ്ഞർ സെബാസ്റ്റ്യൻ കീപ്പള്ളി കോർ എപ്പിസ്കോപ്പോ നിർവഹിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ LA കുര്യാക്കോസ് മുഖ്യ സന്ദേശം നൽകി. കോളറ ബോധവൽക്കരണവും വാഷ് പരിശീലനവും നൽകി. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സീഡ്സ് ഇന്ത്യയും സംയുക്തമായി വയനാട്ടിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ വിവിധ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കോളറ ബോധവൽക്കരണവും വാഷ് ട്രെയിനിങ്ങും നടത്തി. നൂൽപ്പുഴ പഞ്ചായത്തിലെ പുഴംകുനി, തോലായി, കാര്യമ്പാടി, ചുണ്ടപ്പാടി, തിരുവണ്ണൂർ, മൈക്കര, ചെട്ടിയാലത്തൂർ, ഞണ്ടൻകൊല്ലി, തകരപ്പാടി, ആനക്യാമ്പ്, ചുക്കാലിക്കുനി, കുമ്മിഴി, മുളംചിറ, കുറ്റമ്പാളി, പുത്തൻകുന്ന്, കുണ്ടനക്കുന്ന്, തെക്കുംപച്ച, മന്ദൻമൂല, മുത്തങ്ങ, പൊൻകുഴി, മാലങ്കാപ്പ് തുടങ്ങിയ കോളനികളും കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർക്കും ട്രെയിനിംഗ് നൽകി. നൂൽപ്പുഴ പഞ്ചായത്തിലെ ആളുകൾക്ക് പരിശീലനം നൽകി. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ്, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. ശ്രേയസ് പ്രോഗ്രാം ഓഫീസർ ശ്രീ ജിലി ജോർജ്, ലെനീഷ് KG, നീതു C, വീണ K ലാലു എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖലയിൽ നെടുമുണ്ട യൂണിറ്റിൽ കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനവും മാനസികാരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് മദാപ്പാറ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീ ജോസഫ് അന്തികുളം ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ കോർഡിനേറ്റർ ശ്രീ റിൻഡോ മാത്യു, കൗൺസിലർമാരായ സിസ്റ്റർ അമ്മിണി, സിസ്റ്റർ മേരിക്കുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. കീഴ്പള്ളി PHSയിലെ LHI സിസ്റ്റർ അംബിക ക്ലാസ് നയിച്ചു.
യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സംഘം പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രേയസിന്റെ സ്നേഹാദരം. ബത്തേരി മേഖലയിൽ നെല്ലിമാളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ട്രാക്ക് സൈക്കിൾ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അഭിഷ ഷിബി അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈസത്ത് ടീച്ചർ എന്നിവരെ ആദരിച്ചു. ബത്തേരി മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബീന ദേവസ്യ അധ്യക്ഷത വഹിച്ചു. സീലീന സാബു, മഞ്ജു, രജനി എന്നിവർ സംസാരിച്ചു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എടക്കര മേഖലയിൽ എടക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ MVR ക്യാൻസർ സെന്റർ നടത്തിയ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും മാമോഗ്രാം ടെസ്റ്റും മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് കല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിർമ്മൽ C ക്ലാസിന് നേതൃത്വം നൽകി. മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ജോൺസൺ താഴമൺ, യൂണിറ്റ് പ്രസിഡന്റായ ശ്രീ എബ്രഹാം, മേരി മണി, കുഞ്ഞുമോൾ, സെക്രട്ടറി വിനോദ്, MVR സ്ഥാപന അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ശ്രേയസ് നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മേഖല മലങ്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ബത്തേരി മേഖലാ പ്രോഗ്രാം ഓഫീസർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM പത്രോസ് അധ്യക്ഷത വഹിച്ചു. ലില്ലി വർഗീസ് ക്ലാസ് നയിച്ചു. ശ്രീ PV സാബു, ശ്രീമതി ഷീജ മനു, ശ്രീമതി ഷീല മോഹൻ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. നീലഗിരി മേഖലയിലെ കയ്യൂന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 40 സ്വാശ്രയ സംഘങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മേഖലാ കോർഡിനേറ്റർ ശ്രീ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. കപ്പാല ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ കനകേന്ദ്രൻ പുകയില ഉപയോഗവും അതിന്റെ ദൂഷ്യഫലങ്ങളും, ചേരമ്പാടി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ നിസാർ വളർത്തുമൃഗങ്ങളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് കമ്മിറ്റി അംഗം ശ്രീമതി മേഴ്സി മാണി, യൂണിറ്റ് കമ്മിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീമതി അരുൾ മേരി എന്നിവർ നേതൃത്വം നൽകി. വയോജന ദിനാചരണം നടത്തി. കത്തീഡ്രൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. പ്രായമായ മാതാപിതാക്കന്മാർ സമൂഹത്തിന്റെ വലിയ സമ്പത്തും മാതൃകയുമാണ്. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ഈ സാഹചര്യത്തിൽ സംഘടിപ്പിച്ച വയോജന ദിനാചരണ പരിപാടി ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സാലി പൗലോസ്, ശ്രേയസ് പുൽപ്പള്ളി മേഖലാ കോർഡിനേറ്റർ ശ്രീ ഷാൻസൺ, ശ്രീമതി ബിനി തോമസ്, ശ്രീമതി ലിസി ലോപ്പസ്, ശ്രീമതി ലില്ലി ജോസ് എന്നിവർ നേതൃത്വം നൽകി. വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് എല്ലാ വയോജനങ്ങളെയും ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആദരിച്ചു. യൂണിറ്റ് വിലയിരുത്തൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ശ്രേയസ് മാനന്തവാടി മേഖല മാനന്തവാടി യൂണിറ്റ് വിലയിരുത്തൽ മീറ്റിംഗും സംഘാംഗങ്ങളുടെ കൂടിച്ചേരലും സംഘടിപ്പിച്ചു. യോഗത്തിൽ ഫാദർ റോയി വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പുതിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുവാനായി സംഘാംഗങ്ങൾക്ക് വഴുതന, പയർ, മുളക് എന്നിവയുടെ തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി പ്രമീള വിജയൻ, ശ്രീമതി സ്നേഹ, യൂണിറ്റ് കോർഡിനേറ്റർ ശ്രീമതി ഷീബ ജോർജ്, യൂണിറ്റ് പ്രസിഡന്റ് അജി മൺറത്ത് എന്നിവർ സംസാരിച്ചു. വയോജന ദിനാചരണവും ഗാന്ധി ജയന്തി അനുസ്മരണവും നടത്തി. ശ്രേയസ് കണ്ണൂർ മേഖല വാളന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും ഗാന്ധി ജയന്തി അനുസ്മരണവും നടത്തി. ശ്രേയസ് വാളത്തോട് വൈസ് പ്രസിഡന്റ് അനീഷ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. കരിക്കോട്ടകരി സീനിയർ സിറ്റിസൺ ശ്രീ അബ്രഹാം വെട്ടിക്കൻ വയോജനങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. ഗാന്ധി ജയന്തി അനുസ്മരണത്തോടനുബന്ധിച്ച് വാളത്തോട് യൂണിറ്റിലെ ബാലജ്യോതി കുട്ടികൾക്ക് ക്വിസ് മത്സരം നടത്തി. ശ്രേയസ് വാളത്തോട് യൂണിറ്റിലെ ഡെവലപ്മെന്റ് ഓഫീസർ ഷൈനി ജോൺസൺ, ഷിജോ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റ് വയോജന സംഗമം നടത്തി. ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റ് തെരേസ സംഘത്തിൽ സംഘടിപ്പിച്ച വയോജന ദിനാഘോഷവും ആദരിക്കലും ഫാദർ ജോസഫ് പുളിയലക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തമ്പള്ളി അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോബി, മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, രാജു വള്ളിക്കാട്ടിൽ, മേഴ്സി ചാമക്കാല എന്നിവർ ആശംസ അറിയിച്ചു. പരിപാടിയിൽ 52 വയോജനങ്ങളെ ആദരിച്ചു. വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖല കോളത്തട്ട് യൂണിറ്റിൽ വെച്ച് വയോജന ദിനാചരണവും ഗാന്ധി ജയന്തി അനുസ്മരണവും നടന്നു. ബാലജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ആദരവ് നൽകി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോൺ കൈത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് മേഖലാ കോർഡിനേറ്റർ ശ്രീ റിൻഡോ മാത്യു, ബാലജന സഖ്യം സെക്രട്ടറി കുമാരി ദേവപ്രിയ, കമ്മിറ്റി അംഗങ്ങൾ ആശംസകൾ അറിയിച്ചു. CDOമാരായ സിൽവി സണ്ണി സ്വാഗതവും റീന സജി നന്ദിയും പറഞ്ഞു. ആദരവ് സംഘടിപ്പിച്ചു. ശ്രേയസ് പുൽപ്പള്ളി മേഖല പൂതാടി യൂണിറ്റ് മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സേവനം അനുഷ്ഠിച്ച ശ്രേയസ് പൂതാടി യൂണിറ്റ് അംഗങ്ങളെ ആദരിച്ചു. ജെയിംസ് ബെന്നി, ജോണി, ഷാഹിൻ ഷാദ്, സജ്ന ഷെരീഫ്, മലനാട് ചാനൽ നടവേൽ റിപ്പോർട്ടർ PK സിജു എന്നിവരെയാണ് ആദരിച്ചത്.
ചടങ്ങ് പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ KO ഷാൻസൺ അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു മുണ്ടക്കുടി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ മേഴ്സി ദേവസ്യ, ജീന മാത്യു, നീരജ, ലതിക സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കോടഞ്ചേരി പഞ്ചായത്തിൽ ശ്രേയസ് കോഴിക്കോട് മേഖല വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു. കോഴിക്കോട് മേഖലയും കോടഞ്ചേരി പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ടൗൺ ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. ചെടിച്ചട്ടി പുനർക്രമീകരണത്തിന്റെ ഉദ്ഘാടനം ഫാദർ സിജോ പന്തമ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 15 വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് പ്രസ്തുത പരിപാടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS കോർഡിനേറ്റർ ശ്രീ അഖിലിന്റെ നേതൃത്വത്തിൽ 20 കുട്ടികൾ പങ്കെടുത്തു. ലിസി ചാക്കോ, മേഖലാ കോർഡിനേറ്റർ ലിസി റെജി, മേഖലാ യൂണിറ്റ് സ്റ്റാഫ് അംഗങ്ങളും കമ്മിറ്റി അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും നേതൃത്വം നൽകി. വയോജന ദിനാചരണം നടത്തി. പുൽപ്പള്ളി മേഖല പാടിച്ചിറ ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 1 വയോജന ദിനാചരണം നടത്തി. അതിന്റെ ഭാഗമായി മരക്കടവ് വൃദ്ധസദനം സന്ദർശിച്ചു. ശ്രേയസ് മേഖലാ പ്രോഗ്രാം ഓഫീസർ ശ്രീ ഷാൻസൺ KO അധ്യക്ഷത വഹിച്ചു. ശ്രേയസ് ജെൻഡർ കോർഡിനേറ്റർ ശ്രീമതി ബിനി തോമസ്, പാടിച്ചിറ യൂണിറ്റ് കോർഡിനേറ്റേഴ്സ്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.